എന്താണ് എല്ലാവരുടെയും മുഖത്തൊരു കമ്മ്യൂണിസ്റ്റ് നോട്ടം? നീ കമ്മ്യൂണിസ്റ്റ് അല്ലേ? ആരുടെ ശ്രീധരൻ നിന്റെ ഒക്കെ നേതാവ്? പറയടാ, ഏതാണ് അവന്റെ കൂടുതല്? എവിടാടി ശ്രീധരൻ? വള്ളത്തിൽ പോയിരിക്കുക. നീ കെട്ടിയോള രണ്ട് പെറ്റിട്ടും നല്ല ഉരുപ്പടിയാണല്ലോ നീ. നിനക്കെന്താ പണി? മീൻ കച്ചോട. എല്ലാം മൂടി വെച്ചാലോ? നീയും കമ്മ്യൂണിസ്റ്റ് ആണല്ലേ? എന്റെ നേരെ കൈപൊക്കി നിന്നെ ഞാൻ പൊക്കിയിരിക്കും. അവൻ വരുമ്പോ പറഞ്ഞേക്ക്, ഇനി കമ്മ്യൂണിസ്റ്റ് ആണെന്നൊക്കെ പറഞ്ഞ് സംഘം ചേർന്ന് നടന്നാ പിന്നെ കടലിൽ പോകത്തില്ല. സ്വാമി, സ്വാമി, സ്വാമി വരാൻ പറഞ്ഞിരുന്നു. അപ്പ പൂജാമുറിയില്ല. ഇന്നലെ ദിവാന്റെ ഇൻസ്പെക്ടർ ഇവിടെ വന്നിരുന്നു. ഇപ്പോ കമ്മ്യൂണിസ്റ്റാ അല്ലേ? അതെ. അപ്പോ ഈ ശിവകാമിയെ വേണ്ട? അങ്ങനൊന്നുമല്ല. എനിക്കൊരു ലക്ഷ്യമുണ്ട്. ഏറ്റവും വലിയ ലക്ഷ്യം നമ്മൾ ഒന്നിച്ചുള്ള ജീവിതമാണെന്നല്ലേ എന്നോട് പറഞ്ഞിട്ടുള്ളത്. ഇപ്പൊ അതൊക്കെ മറന്നു. എന്നേക്കാൾ വലുതാണോ ഇപ്പോഴത്തെ ലക്ഷ്യം? അപകടത്തിലേക്ക് ഈ പോക്ക്. കൊച്ചുസ്വാമിക്ക് എന്തെങ്കിലും സംഭവിച്ച പിന്നെ ഞാനുണ്ടാവില്ല. വാ. എന്തൊക്കെയാ ശിവ നീ കാണിച്ചു കൂട്ടുന്നത്? നീ ഇപ്പൊ മഠത്തിലേക്ക് ചെല്ലാറയില്ലെന്ന് വൈദ്യു പറഞ്ഞു. നാവടക്കുന്ന ബഹുമാനാവില്ല. ദിവാനെതിരെ സംഘം ചേരുക, അതൊരു ബ്രാഹ്മണൻ. ഊണൂരിട്ട് ഗായത്രി മന്ത്രം ചെയ്യിക്കുന്ന ഒരുവന് എങ്ങനെ ഒരു കമ്മ്യൂണിസ്റ്റ് ആവാൻ കഴിയാ? ആ, കഴിഞ്ഞൊക്കെ കഴിഞ്ഞു. എല്ലാം ഇവിടെ വെച്ച് നിർത്തിക്കോ. ജോലിക്കാരെയൊക്കെ ഞാൻ ശരിയാക്കി തരാം. ദണ്ഡവാണിയോട് ഞാൻ ഏറ്റിരിക്കണം നിന്റെ കാര്യം. അയാളെ നേരിട്ട് കണ്ട് എല്ലാം അവസാനിപ്പിച്ചു എന്ന് പറയണം. നിന്നോടുള്ള വാത്സല്യം കൊണ്ട് പറയുക, അഗ്രഹാരവും ബ്രാഹ്മണ്യവും വിട്ടൊരു കളി ത്യാഗരാജമഠത്തിലെ ശിവസുബ്രഹ്മണ്യത്തിന് വേണ്ട. മനസ്സിലായില്ലേ? ആ,
ഒരു പാവപ്പെട്ട തൊഴിലാളി സ്ത്രീയെ ബലാത്സംഗം ചെയ്ത് കൊന്നിട്ട് അത് ആത്മഹത്യയാക്കി മാറ്റിയല്ല പട്ടി. അപ്പോ അടുത്ത മാസം 23-ന് വിവാഹം നടത്താം. നല്ല മുഹൂർത്ത. ശിവസുബ്രഹ്മണ്യം എവിടെ? അവനിപ്പോ ഇവിടെയല്ല താമസം. പിന്നെ എവിടെ? എവിടാണെന്ന് അറിയില്ല. അവനിങ്ങോട്ട് വരാറേ ഇല്ല. ഇവിടെ ഒരു മംഗളഗർഭം നടക്കുകയാണ്. എന്റെ സഹോദരിയുടെ വിവാഹ നിശ്ചയ. അതൊക്കെ ഇനി വേറെ എവിടെയെങ്കിലും വെച്ച് നടത്തിക്കോ. വീട് കണ്ടുകെട്ടി സീൽ ചെയ്യാനുള്ള ദിവാൻജിയുടെ ഓർഡറാണിത്. ദിവാൻജിക്കെതിരെ ഗൂഢാലോചന, സംഘം ചേർന്ന് പോലീസിനെതിരെ ആക്രമണം. സാർ, ഞങ്ങൾക്ക് ഒന്നും അറിയില്ല സാർ. കമ്മ്യൂണിസ്റ്റുകാർക്ക് താമസിക്കാൻ ഇടം കൊടുത്തിട്ട് അറിയില്ലെന്നോ? ആവശ്യമുള്ള എന്താണെന്ന് വെച്ചാ എടുത്ത് പടിക്ക് പുറത്തു പോക്കണം. ഡൈമർ, മുകളിൽ കയറി പരിശോധിക്കും. അവന്റെ എല്ലാ സാധനങ്ങളും നശിപ്പിച്ചിരിക്കണം. നിങ്ങൾ അങ്ങനെ പോകരുത്. ഞാൻ സ്വാമി, ശേഷണ, ശേഷണ, ഇത് ബ്രാഹ്മണർക്ക് മുഴുവൻ അപമാനാണ്. ഇനി എന്നാ ചെയ്യ മുടിയും? നമ്മുടെ സഭയിൽ നിന്ന് അവനെ പുറത്താക്കണം. നിൽക്കവിടെ. സ്വാമി, എന്റെ അമ്മ അണ്ണനൊക്കെ എവിടെ? അമ്മയും അണ്ണനുമോ? ഏതമ്മ ഏതണ്ണൻ? ആ വിചാരം നിനക്കുണ്ടായിരുന്നെങ്കിൽ നിന്നോട് ഞാൻ പറഞ്ഞു നീ കേൾക്കുമായിരുന്നു. താലിയെടുത്ത അമ്മയെയും താങ്ങായുന്ന അണ്ണനെയും തെരുവിലാക്കിയില്ലടാ നീ. ഒരേ ഒരു പെങ്ങൾക്ക് വന്നു മാംഗല്യം കൂടെ മുടക്കിയില്ല നീ. പോയി അവര് പാലക്കാട്ടേക്ക് നിന്നെ കാണാതിരിക്കാൻ.
നിന്നെ കുറിച്ചൊന്നും കേൾക്കാതിരിക്കാൻ. വേദപ്പൊരുളറിഞ്ഞ ബ്രാഹ്മണനാണ് ഞങ്ങൾ. ഇന്നു മുതൽ ഞങ്ങൾക്ക് നിന്നെ വേണ്ട. നീ ഒരു ബ്രാഹ്മണല്ല. നിന്റെ ശരീരത്തിൽ കിടക്കുന്ന പൂണൂലിനെ ബ്രാഹ്മണ്യത്തെ തൂക്കിലേറ്റിയ കൊലക്കയറായി ഞങ്ങൾ കാണൂ. വേദപ്പൊരുൾ അറിഞ്ഞു എന്ന് വിശ്വസിക്കുന്ന നിങ്ങളുടെ മുന്നിൽ ഞാൻ തെറ്റുകാരനാണ്. പക്ഷെ മനസാക്ഷിയുടെ മുന്നിൽ ഞാൻ തെറ്റുകാരനല്ല. അഗ്നിസാക്ഷിയായി അഗ്രഹാര കോലങ്ങളിലേക്ക് അനാവശ്യമായി മന്ത്രങ്ങൾ ചവച്ചു തുപ്പുന്നതാണ് ബ്രാഹ്മണ്യമെങ്കിൽ ഞാൻ ബ്രാഹ്മണനല്ല. മോക്ഷം കിട്ടാൻ കണ്ണുമടച്ച് സദാസമയം മന്ത്രം ജപിക്കുന്ന നിങ്ങൾക്ക് ചുറ്റും നിന്ന് കരയുന്ന പാവപ്പെട്ടവരുടെ കണ്ണീര് കാണാൻ കഴിയില്ല. ആ കണ്ണീര് തുടയ്ക്കുന്നതാണ് ഏറ്റവും വലിയ മോക്ഷം എന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഈ പൂണൂൽ അതിനൊരു പ്രതിബന്ധമാണെങ്കിൽ ആ ബന്ധം ഇവിടെ വച്ചാൻ അവസാനിപ്പിക്കുന്നു. ഇന്നു മുതൽ ഞാൻ ത്യാഗരാജ മഠത്തിലെ ശിവസുബ്രഹ്മണ്യമല്ല, കമ്മ്യൂണിസ്റ്റുകാരനായ ശിവനാണ്. കമ്മ്യൂണിസ്റ്റുകാരനായ ശിവൻ, സഖാവ് ശിവൻ.